ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സൺഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്ന ഒരു ലോങ് വീഡിയോ ഇടണമെന്ന്. ലോങ് വീഡിയോ ഞാൻ കുറേ മുന്നാണ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10 മാസമൊക്കെ ആയിട്ടുണ്ട് ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ലോങ് വീഡിയോ ഇടാനൊരു മടിയായിരുന്നു കേട്ടോ. ലോങ് വീഡിയോ പറഞ്ഞാൽ എടുക്കാനുള്ളൊരു മടിയായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഒരു ലോങ് വീഡിയോ ഇടാൻ വിചാരിച്ചു. ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ ഇടാൻ വിചാരിച്ചു. സൺഡേ ഇൻ മൈ ലൈഫ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഇന്നലെ എൻ്റെ ബർത്ത്ഡേയും കൂടി ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടി. എന്താ വെച്ചാൽ എനിക്ക് ഐഫോൺ കിട്ടി. ഐഫോൺ എനിക്ക് മേടിച്ചു തന്നു കേട്ടോ. മിനിഞ്ഞാന്ന് മേടിച്ചു തന്ന്. പെട്ടെന്ന് ഞാൻ വിചാരിക്കാത്തൊരു സർപ്രൈസ് ആയിരുന്നു. കാരണം എനിക്ക് ഇപ്പോഴൊന്നും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത് ചിലപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഐഫോൺ തന്നെ അല്ലേ എന്ന് തോന്നും. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. കാരണം എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു സാധനമാണ്. എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ലാത്തൊരു സാധനമായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മിനിഞ്ഞാന്ന് ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് വരുമ്പോൾ തന്നെ വന്നിട്ട് വിളിച്ചിട്ട്, സാധാരണ ബസ് സ്റ്റോപ്പിൽ ഇടയ്ക്ക് എന്നെ വിളിക്കാൻ വരലുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് എനിക്ക് എനിക്ക് ജലദോഷമാണ്, അതാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ കേട്ടോ. അന്ന് എനിക്ക് അതിൻ്റെ ഒരു തുടക്കമായിരുന്നു. അപ്പോൾ കോളേജിൽ നിന്നും എനിക്ക് തീരെ വയ്യായിരുന്നു. അപ്പോൾ ഞാൻ ബസ്സിൽ നിൽക്കാനെ വിളിച്ചിട്ട് വരുമോ ചോദിച്ചപ്പോൾ പറഞ്ഞ് വരാ, നീ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമെന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ എന്നെ വിളിക്കാൻ വരുമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് വരാ, നീ അവിടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞു. സാധാരണ എന്നിട്ട് ഇക്കന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങണ തിരക്കിൽ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് ഞാൻ ബസ് ഇറങ്ങി കുറച്ച് നടന്നിട്ട് സാധാരണ വരല്. ഇപ്രാവശ്യം എന്തോ ആ ബസ് സ്റ്റോപ്പിൽ തന്നെ കാത്തിക്കണം കേട്ടോ. ഞാൻ കണ്ടില്ല. എന്നിട്ട് പിന്നെ വിളിച്ചിട്ട് പോയി. അപ്പോൾ വണ്ടി കയറിയപ്പോഴാണ് പറഞ്ഞത് എന്താണ് ഒരു ചെറിയ വർക്ക് ഉണ്ടെന്ന്. ഞാൻ വീട്ടിലേക്കല്ലേ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ അയ്യോ വർക്ക് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ എന്നെ വിളിച്ച്, ഞാൻ പോവുമായിരുന്നല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ പറഞ്ഞു അപ്പോൾ നീ എന്തിനാ എന്നെ വിളിക്കാതെന്ന്, എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു, ഞാൻ നിന്നെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വണ്ടിയിലിരുന്ന് എന്നിട്ട് കൊണ്ട് നിർത്തിയത് മൈജിയിലായിരുന്നു കേട്ടോ. മൈജിയിൽ പോയിട്ട് നിർത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു സ്വാഭാവികമായിട്ട് വർക്കിന് പോയതായിരിക്കും ഞാൻ വിചാരിച്ച്. എന്നിട്ട് എന്നെ ഉള്ളിലേക്ക് വിളിക്കുന്നു. ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. മഴയത്ത് നിൽക്കണ്ടായിട്ട് ഉള്ളിലേക്ക് വിളിച്ചു. ഞാൻ വേണ്ട കുഴപ്പമില്ല, ഞാൻ പുറത്ത് നിൽക്കാൻ, എനിക്ക് മടിയായിട്ട് കേട്ടോ. വർക്കിനാണല്ലോ പോണത്. എന്നിട്ട് ഉക്കെന്നെ വിളിച്ച് ഉള്ളിലേക്ക് ഇരുത്തി. എത്തിയപ്പോഴാണ് അവിടെ പോയിട്ട് ഞാൻ സത്യത്തിൽ ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എന്താണ് കാരണം ഒരിക്കലും ഐഫോൺ കിട്ടും ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാൻ ബർത്ത്ഡേ സാധാരണ എപ്പോഴും പോണ പോലെ പോവുമായിരിക്കുന്ന വിചാരിച്ച്. ഇതെൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 2ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. 20 വയസ്സായി. അപ്പോൾ ഇന്നലെ ആയിരുന്നു ജൂൺ 8-ന്. ഇത് വെള്ളിയാഴ്ച 7-ാം തീയതിക്കായിരുന്നു കേട്ടോ ഈ സംഭവം നടന്ന്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പോയി അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് മാഡത്തിന് ഏത് കളറാണ് വേണ്ടതെന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പണ്ട് ഞാൻ ഞെട്ടി. സത്യമായിട്ടാണോ ഞാൻ കുറേ തവണ ചോദിച്ചു കാനോട്. നീ ഇഷ്ടമുള്ള എടുക്ക് എന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ഒരു വൈറ്റ് സെലക്ട് ചെയ്തു. വേറെ ബ്ലാക്കും ഗ്രീനും ബ്ലൂ ഒക്കെ ആയിരുന്നു. ഞാൻ പിന്നെ വൈറ്റ് ഇഷ്ടമായി, അതുകൊണ്ട് ഞാൻ വൈറ്റ് സെലക്ട് ചെയ്തു. ഇത് ഐഫോൺ 13 ആണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് അത് അൺബോക്സ് ചെയ്ത് ഞാൻ ആ വീഡിയോ ഇതിൽ ചെറുതായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. അതൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിലേക്ക് വന്നിട്ട് എല്ലാവരും കാണിച്ചൊക്കെ കൊടുത്ത് നല്ല ഹാപ്പിയായി. ഒരിക്കലും വിചാരിക്കാത്തൊരു ഗിഫ്റ്റ് കിട്ടിയതുകൊണ്ട് നല്ല സന്തോഷമായി കേട്ടോ. പിന്നെ ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാനാണ് ഇന്ന് വീഡിയോ ഇടാൻ വിചാരിച്ച്. അപ്പം വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ ഞാൻ പോകുമ്പോൾ അമ്മ അവിടെ ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മക്രോണിയാണ് ഉണ്ടാക്കണത്. പക്ഷെ മക്രോണിക്ക് വെച്ചാൽ ഇത്തിരി വേവ് കൂടിട്ടോ. എന്നാലും കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇക്കാക്ക് കൊടുത്തു, ഞാനൊക്കെ കഴിച്ചു. ഈ മക്രോണിൻ്റെ റെസിപ്പി വേണ്ടത് കമൻറ്റ് ചെയ്യുക, ഉമ്മ പറഞ്ഞതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. രാവിലത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, രാവിലത്തെ പണി തന്നെ. പിന്നെ വീട് വൃത്തിയാക്കൽ ഞാൻ അപ്പോഴേ ചെയ്തു. പിന്നെ ഒന്ന് തുടയ്ക്കൽ മാത്രമുണ്ട് വീടിന്. പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡ് പിന്നെ പുറത്തുനിന്ന് മേടിക്കാൻ വിചാരിച്ച്. അപ്പം ഉമ്മ പറയുന്നത് അടുക്കള ലീവാണെന്നാണ്. പുറത്തുനിന്ന് മേടിക്കാൻ ഇന്നലെ മേടിക്കാൻ വിചാരിച്ചതാണ്.
പുറത്തുനിന്ന് മേടിക്കാൻ വിചാരിച്ചു. കാരണം ഇന്നലെ മേടിക്കാൻ വിചാരിച്ചാണ്, ഇന്നലെ പിന്നെ ഒക്കെ വരാൻ വേണ്ടിയിട്ട് വൈകി. അപ്പോൾ പിന്നെ മേടിച്ചില്ല. അപ്പോൾ ഇന്ന് പുറത്തുനിന്ന് ഉച്ചയ്ക്കുള്ളത് മേടിക്കാൻ വിചാരിച്ചു. അപ്പം അത്രയേ ഉള്ളൂ. ഉച്ചയ്ക്ക് ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. പണിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും ഒക്കെ ഫുഡ് കൊണ്ടുവന്നു കേട്ടോ. എന്നിട്ട് മന്തിയാണ് കൊണ്ടുവന്നത്. എന്നിട്ട് ഞങ്ങളത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഫുഡ് കഴിച്ചു. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എന്നാൽ അധികം പണിയൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് നേരം ഉറങ്ങുക. പണിയപ്പോൾ ഉറങ്ങി എണീച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് ഉച്ചയ്ക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷെ ഉറങ്ങിയില്ല. ഞങ്ങൾ പുറത്ത് പോയി വിചാരിച്ചിട്ടാ. എങ്ങോട്ടാണ് പോകണമെന്ന് അറിയില്ല. കാരണം ചോദിച്ചപ്പോൾ എങ്ങോട്ടെങ്കിലും പോയിട്ട് വരാമെന്ന്. അപ്പോൾ ഡ്രസ്സ് മാറ്റാൻ പോവുകയാണ്. ഡ്രസ്സ് മാറ്റി പിന്നെ ഷോളൊന്ന് അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോകണമെന്ന് തീരുമാനിക്കാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ ബ്രിട്ടീഷ് ബ്രിഡ്ജിലേക്ക് പോകാൻ വിചാരിച്ചിട്ടാണ്. ഞാൻ അതുവരെ പോയിട്ടില്ല. ബ്രിട്ടീഷ് പാലം ഞാൻ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. എൻ്റെ വീട് പാലക്കാടാണെങ്കിലും ഞാൻ ഇതുവരെ ഇവിടേക്ക് വന്നിട്ടില്ല. ഇക്ക 2 തവണ എന്തോ വന്നിട്ടുണ്ട് പറഞ്ഞ്. ഞാൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇതിവിടെ കണ്ടിട്ട് പോകാൻ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ നേരെ കോയമ്പത്തൂർ പോകാൻ വിചാരിച്ചു കേട്ടോ. ഞങ്ങൾ കുറേ നേരം എങ്ങോട്ടാണ് പോകുക എന്നൊക്കെ ആലോചിച്ച് ഞങ്ങൾ മലമ്പുഴയിൽ പോകാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പിന്നെ എപ്പോഴും പോകണമില്ല, അതുകൊണ്ട് നമ്മൾ കോയമ്പത്തൂർ പോകാൻ വിചാരിച്ച്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ ഇതാ പോകുമ്പോൾ ഒരു മഴവില്ല് കണ്ടതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് അതിൻ്റെ സൗണ്ട് ജലദോഷമായിട്ടാണ് അങ്ങനെ. പിന്നെ ഒരു ചായ കുടിക്കാൻ വിചാരിച്ചു. ഞാനൊരു ജ്യൂസ് കുടിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ മോളിൽ പോകാൻ വിചാരിച്ചു. ഞങ്ങൾ വന്ന് അവസാനം കോയമ്പത്തൂർ എത്തിയിട്ടാ. വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന് അപ്പോൾ കോയമ്പത്തൂർ വരുന്നത്. മലമ്പുഴയ്ക്ക് അടുത്തേക്ക് പോകാനായിട്ട് ഇറങ്ങിയത്. പിന്നെ നേരെ കോയമ്പത്തൂർ. ഇപ്പോൾ ബ്രൂക്ക് ഫീൽഡ്സ് മാളിലാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ടാണ്. പിന്നെ എല്ലാവരും മാളിൽ പോയാൽ ചെയ്യണ പോലെ ഒന്നും മേടിച്ചില്ലെങ്കിലും അങ്ങോട്ടും അങ്ങോട്ടുമായിട്ട് കുറേ നേരം അതിൻ്റെ ഉള്ളിൽ തന്നെ നടന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് ഈ കുട്ടികൾ കളിക്കുന്ന ഈ ഭാഗത്താണ്. കാരണം കുട്ടികൾ കളിക്കുന്നത് നോക്കിയിട്ട് കുറേ നേരം നിന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു ഐസ്ക്രീം കഴിച്ചു. ഈ ജലദോഷമായിട്ടും ഐസ്ക്രീം കഴിച്ചോ ചോദിച്ചാൽ ഞാൻ കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഐസ്ക്രീം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 2.5 മണിക്കൂറൊക്കെ ആയില്ലേ നമ്മളിതിൻ്റെ ഉള്ളിൽ കയറിയിട്ട്. 2.5 മണിക്കൂറൊക്കെ ആയിട്ട്. ഇപ്പോൾ സമയം 9 മണിയായി. ഇനി ഫുഡും കൂടി കഴിച്ചിട്ട് വേണം വീട്ടിൽ പോകാൻ. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകും. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ബിരിയാണി കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഒരു ഹോട്ടലിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ നടന്നിട്ട് നല്ലോണം ക്ഷീണിച്ചു. ഇപ്പോൾ സമയം 9:30 ആയിട്ടോ. 9:30 ഫുഡ് കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ വിചാരിച്ചു കേട്ടോ. വേറെ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങൾ കോയമ്പത്തൂർ ബിരിയാണി കഴിക്കാൻ വിചാരിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഗൈസ്, അപ്പോൾ ഞങ്ങൾ വീടെത്തിയിട്ടു. ഇപ്പോൾ സമയം 11:45 ഒരു 11:30 എത്തി. ഫ്രഷൊക്കെ ആയിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഇടയിലൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഇത്തിരി ദൂരം അങ്ങനെ പോയി. പിന്നെ വാളയാറൊക്കെ കോയമ്പത്തൂരൊന്നും മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വാളയാറൊക്കെ എത്തിയപ്പോൾ നല്ല മഴ പറഞ്ഞാൽ പറയേ വേണ്ട, നല്ല മഴയായിരുന്നു. എന്നിട്ട് കോട്ടൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ വന്നത്. കോട്ട് ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അതിലാണ് വന്നത്. അതുകൊണ്ട് മഴ നന്നിട്ട് നല്ല തണുപ്പും, ഇടയിലൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ പിന്നെ ഇപ്പോഴാണ് എത്തിയത്. ഫ്രഷായി. ഇപ്പോൾ കുഴപ്പമില്ല, നല്ല ക്ഷീണമുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കാണ്ട് പോയതാണ്. പിന്നെ നല്ല ക്ഷീണമുണ്ട് പോയിട്ട് വന്നതിൽ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ.